നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വലിയ തള്ളുകളില്ല, എടുത്തുചാട്ടമില്ല. ആഭ്യന്തരമന്ത്രിയുടെ കസേരയിലിരുന്ന് രമേശ് ചെന്നിത്തല ഇപ്പോൾ ക്രിമിനലുകളെ തൂക്കുകയാണ്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി കേരളത്തിൽ ഉയർന്നു കേട്ട ഏറ്റവും വലിയ പരിദേവനമാണ് കേരളം ലഹരി മാഫിയയുടെ പറുദീസയാവുന്നുവെന്ന്. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി സ്ഥാനം ഏറ്റെടുത്തതിന് തൊട്ടുപിന്നാലെ അദ്ദേഹം ഓപ്പറേഷൻ തൂഫാൻ എന്നൊരു പദ്ധതി പ്രഖ്യാപിക്കുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ UDFന് മുന്നിൽ വെച്ച ഏറ്റവും വലിയ ആവശ്യമായിരുന്നു കേരളത്തെ ലഹരി മുക്തമാക്കണമെന്ന്. ഓപ്പറേഷൻ തൂഫാൻ ആദ്യ 2 ദിവസങ്ങളിൽ അക്ഷരാർത്ഥത്തിൽ കേരളത്തെ ഞെട്ടിച്ചു. നിരവധി കേസുകളാണ് 2 ദിവസങ്ങൾക്കുള്ളിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. മയക്കുമരുന്നുമായി നിരവധി പ്രതികളെ പോലീസ് തൂക്കിയെടുത്തു. എന്നാൽ അതിലുമപ്പുറം ജയിലുകളിൽ കഴിയുന്ന ക്രിമിനലുകളെ വിറപ്പിക്കുന്നതാണ് അടുത്ത നീക്കം, ഓപ്പറേഷൻ കൊടിസുനി. പെരിയ ഇരട്ടക്കൊലക്കേസ് പ്രതികളും TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളുമൊക്കെ ഇഷ്ടം പോലെ പരോൾ നേടി പുറത്തിറങ്ങി വിലസുന്നത് കഴിഞ്ഞ കുറേ കാലമായി നമ്മൾ കാണുന്ന ഏറ്റവും നൊമ്പരപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ. കൊടും ക്രിമിനലുകളായ ഈ പ്രതികൾക്ക് ഇനി പരോൾ അനുവദിക്കില്ല എന്ന നയമാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ ജയിലുകളിൽ രാഷ്ട്രീയ സുഖവാസം അനുഭവിക്കുന്ന ക്രിമിനലുകൾക്ക് ഇനി വഴിവിട്ട പരോളും ആനുകൂല്യങ്ങളും നൽകില്ല എന്ന് ആഭ്യന്തരമന്ത്രി ഉറപ്പിച്ചു. ജയിൽ ചട്ടങ്ങൾ അട്ടിമറിച്ച് ഉന്നത ഉദ്യോഗസ്ഥരുടെ വിവേചനാധികാരം ഉപയോഗിച്ച് തടവുകാർക്ക് വാരിക്കോരി പരോൾ നൽകുന്ന സമ്പ്രദായം സർക്കാർ അവസാനിപ്പിച്ചു. ജയിലുകളിലെ ക്രിമിനലുകളെ ലക്ഷ്യമിട്ട് അതിവേഗ നീക്കങ്ങളാണ് ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇത് ഇടതുപക്ഷ കേന്ദ്രങ്ങളെ വിറപ്പിക്കുന്നു. പോലീസ് റിപ്പോർട്ട് എതിരാണെങ്കിൽ ഇനി ഒരു കാരണവശാലും പരോൾ അനുവദിക്കില്ല. മറുവശത്ത് കഴിഞ്ഞ ദിവസം കേന്ദ്ര അന്വേഷണ ഏജൻസി ED ഉദ്യോഗസ്ഥർക്കെതിരെ ആക്രമണം നടത്തിയ CPM പ്രവർത്തകർ ജാമ്യം പോലും ലഭിക്കാതെ അഴിക്കുള്ളിൽ കിടക്കുന്നു. ഇവർക്ക് യാതൊരുവിധ പരിഗണനയും നൽകേണ്ടതില്ല എന്നാണ് ആഭ്യന്തര വകുപ്പ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ചുരുക്കത്തിൽ പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതികളും TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളുമൊക്കെ ഇനി ജയിലഴിക്കുള്ളിൽ കഴിയട്ടെ. സാധാരണഗതിയിൽ ഇവരൊക്കെ ജയിലിൽ കഞ്ചാവടിച്ചും ഇഷ്ടം പോലെ മദ്യം ഉപയോഗിച്ചും സുഖജീവിതമായിരുന്നു നടത്തിയിരുന്നത്. ഇത്തരം കാര്യങ്ങളിൽ കർശന നിരീക്ഷണം ഏർപ്പെടുത്താൻ ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം വച്ചു. രമേശ് ചെന്നിത്തല പയറ്റുന്നത് ഇരട്ടപ്പൂട്ടുള്ള തന്ത്രം. ഒരു വശത്ത് ക്രിമിനലുകളെ ജയിലുകൾക്കുള്ളിൽ ആക്കാനുള്ള ശ്രമം, മറുവശത്ത് ജയിലുകൾക്കുള്ളിൽ കിടക്കുന്ന ക്രിമിനലുകളെ പുറത്തുവിടാതിരിക്കാനുള്ള തന്ത്രങ്ങൾ. തുടക്കം ആലപ്പുഴ രക്ഷാപ്രവർത്തനത്തിൽ. ആലപ്പുഴ രക്ഷാപ്രവർത്തനത്തിനെന്ന് പിണറായി വിജയൻ ഇറക്കിയ ഗൺമാന്മാരടക്കം ഒളിവിൽ പോകുന്ന അവസ്ഥയുണ്ടായി. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന ഇവർക്ക് ഇപ്പോൾ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ നേരിടേണ്ടി വന്നു. ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം രക്ഷാപ്രവർത്തനത്തിലെ പ്രതികളെ അഴിക്കുള്ളിലാക്കാൻ തക്കം പാർത്തിരിക്കുന്നു. PP ദിവ്യയും മറ്റ് CPM പ്രമുഖരും ഉൾപ്പെട്ട നവീൻ ബാബുവിന്റെ മരണം അന്വേഷിക്കാൻ CBIയെ ഏൽപ്പിച്ചതോടെ കണ്ണൂർ പാർട്ടിയിൽ ഇരുട്ടടിക്ക് സമാനമായ സ്ഥിതിഗതികളാണ്. ചുരുക്കത്തിൽ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ കൊടിസുനിയെ പോലുള്ളവർക്ക് ഇനി പരോൾ എന്നത് വെറും സ്വപ്നം മാത്രം. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ജയിൽ വകുപ്പ് മേധാവിയുടെ വിവേചനാധികാരം ഉപയോഗിച്ച് ഇഷ്ടം പോലെ പരോൾ അനുവദിക്കുന്ന ഒരു സ്ഥിരം ശൈലി ആവിഷ്കരിച്ചിരുന്നു. തടവുകാരനെ പുറത്തുവിട്ടാൽ ക്രമസമാധാന പ്രശ്നമുണ്ടാകും എന്ന ലോക്കൽ പോലീസിന്റെ റിപ്പോർട്ടുകൾ പോലും അവഗണിച്ചായിരുന്നു ഇത്തരം നടപടികൾ. അന്ന് TP കേസിലെ പ്രതികൾ പുറത്തിറങ്ങി ലഹരി പാർട്ടികൾ നടത്തിയതും അവർ ആഘോഷിച്ച് അതിൻ്റെ റീലുകൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതുമൊക്കെ ഒരു ഞെട്ടലോടെയാണ് അന്ന് കേരളം കണ്ടത്. അവർക്ക് പരിപൂർണ പിന്തുണയുമായി CPM നേതാക്കൾ കണ്ണൂരിൽ അന്ന് നിരന്നിരുന്നു. LDF സർക്കാർ അധികാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതികൾക്ക് അവർ പരോൾ ഉറപ്പുവരുത്തിയിരുന്നു. ജയിലിൽ തന്നെ ഇരുന്ന് തങ്ങളുടെ അധോലോക സാമ്രാജ്യം നിയന്ത്രിക്കുന്ന കൊടിസുനിയെപ്പോലുള്ള നിരവധി തടവുകാർ കണ്ണൂർ വിയ്യൂർ സെൻട്രൽ ജയിലുകളിലുണ്ട്. ഇക്കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഭാസ്കരക്കാരനവർ വധക്കേസിലെ പ്രതി ഷെറിൻ ജയിൽ ചട്ടങ്ങൾ മറികടന്ന് ശിക്ഷ ഇളവ് നേടിയെടുത്തതും അന്ന് കേരളത്തെ ഞെട്ടിച്ചിരുന്നു. സംസ്ഥാനത്ത് 250-ലധികം വനിതാ തടവുകാരുടെ വിടുതൽ അപേക്ഷകൾ വർഷങ്ങളായി കെട്ടിക്കിടക്കുമ്പോഴായിരുന്നു ഷെറിന് പ്രത്യേക പരിഗണന ലഭിച്ചത്. സാധാരണ ജയിൽ ചട്ടപ്രകാരം ഒരു തടവുകാരന് വർഷത്തിൽ 60 ദിവസമാണ് പരോൾ ലഭിക്കുക. ഇത് 2 തവണയായോ 4 തവണയായോ നൽകാം. എന്നാൽ ഇതിനുവേണ്ടി പോലീസിന്റെയും പ്രൊബേഷൻ ഓഫീസറുടെയും ഒക്കെ അനുകൂല റിപ്പോർട്ടുകൾ ആവശ്യമാണ്. മുൻപ് പോലീസ് റിപ്പോർട്ട് പ്രതികൂലമായാലും DGPയുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് പരോൾ ഒപ്പിട്ട് നൽകുന്ന പതിവുണ്ടായിരുന്നു. തടവുകാരുടെ ശിക്ഷാ കാലാവധി അവലോകനം ചെയ്യാനും നല്ല നടപ്പുകാരായ തടവുകാരെ വിട്ടയക്കാനും സർക്കാരിന് ശുപാർശ നൽകാൻ ജയിൽ ഉപദേശക സമിതികൾ പൂർണ്ണമായി പുനഃസംഘടിപ്പിക്കാനുള്ള തീരുമാനം ആഭ്യന്തര വകുപ്പ് കൈക്കൊണ്ടു. DGP
ചെയർമാനായ സമിതിയിൽ സെഷൻസ് ജഡ്ജി, കളക്ടർ എന്നിവർക്ക് പുറമെ രാഷ്ട്രീയ താൽപര്യപ്രകാരം സർക്കാർ നിർദ്ദേശിക്കുന്ന 3 പേർ കൂടി ഉണ്ടാവും. മുൻ സർക്കാരിന്റെ കാലത്ത് CPM നോമിനികളായി അന്ന് കമ്മിറ്റിയിലുണ്ടായിരുന്നവരുടെ പേരുകൾ കേട്ടാൽ നമുക്ക് ചിരി വരും. പി ജയരാജൻ, പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു, പിന്നെ തൃക്കരിപ്പൂർ മുൻ MLA M രാജഗോപാൽ എന്നിവർ. ഇവരായിരുന്നു കണ്ണൂർ, വിയ്യൂർ ജയിലുകൾ ഭരിച്ചിരുന്നത്. പാർട്ടി നേതാക്കൾ സമിതിയിലിരുന്ന സ്വന്തം അണികളായ ക്രിമിനലുകൾക്ക് പരോളും ശിക്ഷ ഇളവുകളുമൊക്കെ എഴുതി കൊടുത്തു. മുൻ സർക്കാരിന്റെ കാലത്തെ അഴിമതികളെക്കുറിച്ച് കൃത്യതയോടെ അന്വേഷിക്കുമെന്ന് രമേശ് ചെന്നിത്തല പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മറുവശത്ത് ഏറെ വിവാദങ്ങൾ ഉയർത്തിയ, സോഷ്യൽ മീഡിയയിൽ ഏറെ കോളിളക്കമുണ്ടാക്കിയ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തെക്കുറിച്ചും അന്വേഷിക്കാൻ പ്രത്യേക സമിതിയെ നിയോഗിക്കുന്നു. പാർട്ടി താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ പോലീസ് ഒതുക്കിത്തീർത്ത എല്ലാ കേസുകളും പുനഃപരിശോധിക്കുമെന്നാണ് രമേശ് ചെന്നിത്തലയുടെ നിലപാട്. ആഭ്യന്തര വകുപ്പ് കട്ടക്കിറങ്ങുന്നതോടെ പിണറായി വിജയൻ അടക്കം ഇപ്പോൾ വെട്ടിലാകുന്ന കാഴ്ച. ഒരു വശത്ത് ഓപ്പറേഷൻ തൂഫാൻ കേരളത്തിന് വലിയ പ്രതീക്ഷയായി മാറിയിരിക്കുന്നു. ഈ നാർക്കോ ഹണ്ട്, കഞ്ചാവ് ലഹരി മാഫിയകൾക്കെതിരെ, കൊട്ടേഷൻ സംഘങ്ങൾക്കെതിരെ ശക്തമായ നടപടികളാണ് ആദ്യ ദിവസങ്ങളിൽ കേരളം കണ്ടത്. വലിയ നടന്മാരുടെയും സംവിധായകരുടെയും ഒക്കെ കാരവാനിൽ കയറി പരിശോധിക്കണമെന്ന് പോലീസിനോട് രമേശ് ചെന്നിത്തല ഇതിനിടയിൽ ആവശ്യപ്പെടുന്നത് നമ്മൾ കണ്ടു. രാഷ്ട്രീയ കൊലക്കേസിലെ പ്രതികൾ പരോൾ ലഭിച്ച് നാട്ടിലേക്ക് ചെല്ലുമ്പോൾ അവർക്ക് വലിയ സ്വീകരണങ്ങൾ ഒരുക്കുന്നതും ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നതുമൊക്കെ പതിവ് കാഴ്ചയായിരുന്നു. ഇനി അത്തരം എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായാൽ ഉടൻ തന്നെ ജയിൽ DGPക്ക് ഇക്കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പോലീസിനോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞു. ഇത്തരം നിയമവിരുദ്ധ കൂട്ടായ്മകൾ രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷിക്കും. ജയിൽ ഉപദേശക സമിതികളിൽ നിന്ന് പാർട്ടി നേതാക്കളെ വെട്ടിമാറ്റി പകരം നിഷ്പക്ഷരായ സാമൂഹിക പ്രവർത്തകരെയും നിയമവിദഗ്ധരെയും ഉൾപ്പെടുത്തുമെന്നാണ് ആഭ്യന്തരമന്ത്രിയുടെ നിലപാട്. ഓപ്പറേഷൻ തൂഫാന്റെ ആദ്യ ദിവസം തന്നെ 104 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. 137 പേരെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലായ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യുന്നതിനിടയിൽ അവരുടെ സാമ്പത്തിക സ്രോതസ്സുകളും വിതരണ ശൃംഖലകളും കണ്ടെത്താൻ കഴിഞ്ഞു എന്ന് പോലീസ് പറയുന്നു. വൻതോതിലുള്ള സിന്തറ്റിക് ലഹരിമരുന്ന് വേട്ടയാണ് ആദ്യ ദിനം കേരളം കണ്ടത്. 500 ഗ്രാം MDMAയും 37 കിലോഗ്രാം കഞ്ചാവും വിവിധ ഇടങ്ങളിൽ നിന്നായി പോലീസ് പിടികൂടി. സ്കൂൾ പരിസരങ്ങളിലെ ലഹരി വിൽപ്പന തടയാനുള്ള നടപടികളുടെ ഭാഗമായുള്ള പരിശോധനകൾ ശക്തമാക്കി. സിന്തറ്റിക് ലഹരി മരുന്നിനൊപ്പം മറ്റ് ലഹരി വസ്തുക്കളുടെ വിതരണക്കാരും പോലീസിന്റെ വലയിലായി. അന്തർ സംസ്ഥാന ലഹരി ബന്ധങ്ങൾ തകർക്കാൻ ആന്ധ്രാപ്രദേശ് DGPയുമായി ചേർന്ന് ഇന്റർ സ്റ്റേറ്റ് മീറ്റിംഗുകൾ സംഘടിപ്പിക്കാൻ തീരുമാനമെടുത്തു. തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളുമായി ഇക്കാര്യം ഇനി ആഭ്യന്തര വകുപ്പ് ചർച്ച ചെയ്യും. വിദേശ രാജ്യങ്ങളിൽ നിന്നും വിമാനത്താവളങ്ങൾ വഴിയുള്ള സിന്തറ്റിക് ഡ്രഗ്സ് കടത്ത് തടയാൻ ഇന്റലിജൻസ് സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്തി. ഓപ്പറേഷൻ തൂഫാന്റെ 2ാം ദിനം കേസുകളുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് നമ്മൾ കണ്ടത്. വ്യാപക പരിശോധനയിൽ 368 പേർ അറസ്റ്റിലായി. ലഹരി വിപണനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ജനങ്ങൾക്ക് അജ്ഞാതമായി അധികൃതരെ അറിയിക്കുന്നതിനുള്ള സജ്ജീകരണങ്ങൾ പൂർത്തിയായി. ഇതിനുവേണ്ടി പ്രത്യേക വാട്സാപ്പ് ചാറ്റ് ബോട്ടുകളും വിപുലമായ ഡിജിറ്റൽ സർവൈലൻസ് സംവിധാനവും ഒരുക്കി. പൊതുജന പങ്കാളിത്തത്തോടെയാണ് ഈ ഓപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് ആഭ്യന്തര വകുപ്പ് പറയുന്നു. എല്ലാ ജില്ലകളിലുള്ള പോലീസ് സൂപ്രണ്ടുമാർക്കും ഇത് സംബന്ധിച്ച കർശന നിർദ്ദേശം നൽകി. ജൂൺ 2-നാണ് ഓപ്പറേഷൻ തൂഫാൻ ആരംഭിച്ചത്. അന്നു മുതൽ കൃത്യതയോടെ പോലീസ് ഇക്കാര്യത്തിൽ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്നു എന്ന് വേണം കരുതാൻ. ചുരുക്കത്തിൽ ഓപ്പറേഷൻ തൂഫാൻ, അതിനുശേഷം ഓപ്പറേഷൻ കൊടിസുനി. മറുവശത്ത് പാർട്ടി ക്രിമിനലുകളെ അകത്താക്കാൻ രമേശ് ചെന്നിത്തലയുടെ ചടുലമായ നീക്കം. വലിയ തള്ളലുകളോ എടുത്തുചാട്ടമോ ഒന്നും രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്ന് നമ്മൾ കാണുന്നില്ല. എന്നാൽ കരുതലോടെ ആഭ്യന്തര വകുപ്പിൽ പിടിമുറുക്കിയ ഒരു രാഷ്ട്രീയ നേതാവിനെ, ഭരണതന്ത്രജ്ഞനെ നമുക്കവിടെ കാണാം. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കാതിരിക്കാൻ കഴിയില്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈറ്റ്.